ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളുടെ സ്വന്തം ബ്രോ സുനീഷ് തമ്പാൻസോൺ എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്നും പതിവ് പോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ തന്നെയാണ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് വിഷൻ ബോർഡിനെ കുറിച്ചിട്ടാണ്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ നിന്ന് ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അധികം സംസാരിച്ച് സമയം കളയുന്നതേയില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ വിഷൻ ബോർഡിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നതിന് മുമ്പായി ഞാൻ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താം. ഒരു പക്ഷേ ലോ ഓഫ് അട്രാക്ഷൻ പഠിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും പരിചയമുള്ള ഒരു വ്യക്തിയായിരിക്കും ജോൺ അഷറഫ്. അതായത് കാലിഫോർണിയയിൽ ജനിച്ച അദ്ദേഹം ഒരു തെരുവ് പയ്യനായിട്ടാണ് കാലിഫോർണിയയിൽ ജനിച്ചത്. അവിടെ നിന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വിറ്റഴിക്കുന്ന ഒരു എഴുത്തുകാരനായിട്ടും ഒരു പ്രഭാഷകനും ബിസിനസ് ഉപദേഷ്ടാവും ഒക്കെയാണ് ജോൺ അഷറഫ്. അദ്ദേഹം ഒരു 10-15 വർഷമായി ബ്രെയിനിനെ കുറിച്ചിട്ടും കൂടാതെ ക്വാണ്ടം ഫിസിക്സിനെ കുറിച്ചിട്ടുമൊക്കെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അയാൾക്ക് ഉണ്ടായ ഒരു ജീവിത അനുഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് അയാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കെ വീട് മാറുന്ന ഒരവസരത്തിൽ അയാൾ പണ്ട് മുതലേ വിഷൻ ബോർഡ് 1995 ഒരു കഥയാണ് ഞാൻ പറയുന്നത്. അതായത് അയാളുടെ വീട്ടിൽ, അയാളുടെ ഓഫീസിലും അയാൾ ഒരു വിഷൻ ബോർഡ് സ്ഥാപിച്ചിരുന്നു. വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, അയാൾ ലക്ഷ്യമിടുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഇപ്പം ഒരു ഉദാഹരണത്തിന് ഒരു കാർ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതേ കളറുള്ള കാറിൻ്റെ ഫോട്ടോ മേടിച്ചിട്ട് നിങ്ങൾ ഒരു ബോർഡിൽ ഒട്ടിച്ചു വെക്കും. എന്നിട്ട് രാവിലെയും വൈകുന്നേരവും അത് നോക്കും. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ സംശയം ഉണ്ടാകും. പക്ഷേ നിങ്ങൾ ഉപബോധ മനസ്സിന് ഒരു നിർദ്ദേശമാണ്, വീണ്ടും നിങ്ങളുടെ ഒരു ഓർമ്മ പുതുക്കലാണത്. അത് സാധിക്കും. അത് അതിൻ്റേതായിട്ടുള്ള സെറ്റപ്പോട് കൂടി നിങ്ങൾ ഒരു വിഷൻ ബോർഡ് തയ്യാറാക്കുകയാണെങ്കിൽ തീർച്ചയായും അത് സാധിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇയാളുടെ ജീവിതത്തിൽ ഇതുപോലെ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചിട്ടും മറ്റു കാര്യങ്ങളും ഇയാൾ സംസാരിച്ചു കൊണ്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ഇങ്ങനെയുള്ള അയാൾ ഒരു സ്വന്തം വീടിൻ്റെ ഒരു ചിത്രം അയാൾ വിഷൻ ബോർഡിൽ പതിക്കുകയും അത് കഴിഞ്ഞ് ഏകദേശം ഒരു 5 വർഷത്തിന് ശേഷം അയാൾ പുതിയ വീടെടുത്ത് അതിൽ താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പെട്ടി അയാളുടെ മകൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത്, അച്ഛനോട് ചോദിച്ചു, ഇതെന്താണ്, ഇതിൽ കുറേ ഫോട്ടോസ് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇതാണ് വിഷൻ ബോർഡ്, ഞാൻ പണ്ട് വിഷൻ ബോർഡിൽ ഒട്ടിച്ച ഫോട്ടോസാണ് ഇത്. അപ്പോഴാണ് ജോൺ അഷറഫ് ആ ഒരു ഫോട്ടോ എടുത്ത് നോക്കുന്നത്. പണ്ട് അയാൾ വിഷൻ ബോർഡിൽ എപ്രകാരമായിരുന്നോ ഒരു ഫോട്ടോ, അയാൾ ഉദ്ദേശിച്ച വീടിൻ്റെ ഫോട്ടോ ഒട്ടിച്ചിരുന്നത്, അതേ വീടാണ് ഇന്ന് അയാൾ എടുത്തിരിക്കുന്നത്, അയാൾ താമസിക്കുന്നത്. അയാൾക്ക് അത് അത്രയും ഒരു അത്ഭുതം നിറഞ്ഞ ഒരു കാര്യമായിരുന്നു. കാരണം വിഷൻ ബോർഡ് കൊണ്ട് നമ്മൾ ഉപബോധ മനസ്സിന് നൽകുന്നത് ഒരു കറക്റ്റായിട്ടുള്ള ഒരു ക്ലാരിറ്റിയുള്ള പിക്ചറാണ്. അപ്പോൾ മറ്റൊന്നുമല്ല ഞാൻ ഇന്ന് പറഞ്ഞു വരുന്നത്, നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ വഴി അഫർമേഷൻ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ ചെയ്യുന്നുണ്ടാവും. ഇനി ധ്യാനത്തിലൂടെ ആയിരിക്കും നിങ്ങളുടെ വിഷ്വലൈസേഷൻ കാണുന്നത്. ഇനി ഏത് തരത്തിലാണെങ്കിലും നിങ്ങളുടെ ചിന്തകൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടണമെങ്കിൽ വിഷൻ ബോർഡ് വളരെ ഉപയോഗപ്രദമാകുന്ന ഒരു കാര്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു ടാക്സിക്കാരനെ വിളിച്ചിട്ട് ഒരു 5-10 സ്ഥലത്തിൻ്റെ പേര് പറയുകയാണ്, നിങ്ങൾക്ക് ഇന്ന സ്ഥലത്തൊക്കെ പോകണമെന്ന്. സ്വാഭാവികമായി എന്താകും, ടാക്സിക്കാരൻ കൺഫ്യൂസ്ഡ് ആവും അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ഉപബോധ മനസ്സും. തീർച്ചയായും നമ്മുടെ ഉപബോധ മനസ്സിന് നൽകുന്ന പിക്ചർ വളരെ കൃത്യമായിരിക്കണം. അത് ഈ വിഷൻ ബോർഡ് പോലുള്ള കാര്യങ്ങളിൽ വളരെ അധികം സ്വാധീനം ചെലുത്തും. നിങ്ങൾ ഒരു വിഷൻ ബോർഡ് തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾ വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ അഫർമേഷൻ, ഇനി അതുമല്ലെങ്കിൽ ധ്യാനം, ഇതൊക്കെ വെച്ച് നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വിഷൻ ബോർഡ് തീർച്ചയായും നിങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും. നിങ്ങളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉപബോധ മനസ്സിന് ക്ലാരിറ്റി, വ്യക്തമായ ഒരു പിക്ചർ നൽകുക തന്നെ ചെയ്യും. ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. കാരണം ഇന്നൊരു ചെറിയ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എങ്കിലും വിഷ്വലൈസേഷനും അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആർക്കും വളരെ ഉപയോഗപ്രദമാകുന്ന ഒരു കാര്യമാണ് വിഷൻ ബോർഡ്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ നിന്ന് ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോയിൽ കാണുന്നവരെ നിങ്ങളുടെ സ്വന്തം ബ്രോ സുനീഷ് തമ്പാൻ
signing off.